ഞാനും എൻ്റെ കുടുംബവും ഒരു ദൂരയാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ കാറിനെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ ഒരു ബൈക്ക് ഓവർടേക്ക് ചെയ്യുകയും ഞങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ ഒരു മിനിറ്റ് ആ ബൈക്കിലേക്കായി. പെട്ടെന്ന് ഞാൻ മുന്നോട്ട് നോക്കുമ്പോൾ ഒരു വലിയൊരു പാണ്ടി ലോറി ഞങ്ങളുടെ കാറിൻ്റെ നേരെ വരികയും ഞാൻ എൻ്റെ അമ്മ മാതാവേ കാറ് എൻ്റെ അമ്മ എൻ്റെ കാറ് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ പെട്ടെന്ന് കണ്ണടച്ചു. ആ സമയം തന്നെ ഞങ്ങൾ 4 പേരും അവിടെ വണ്ടി അടിച്ച് മരിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. ഞാൻ പെട്ടെന്ന് കണ്ണടച്ചു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടും ഞങ്ങളുടെ വണ്ടിയുടെ ഒരു സൗണ്ടോ ഒരു ശബ്ദമോ ഒന്നും കേൾക്കുന്നില്ല. ഞാൻ പെതുക്കെ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ വണ്ടി നേരെ പോകുന്നുണ്ട്. ലെവൽ റോഡാണ്. ആ വന്ന പാണ്ടി ലോറി ഇതുവഴി പോയെന്നോ എങ്ങനെ ഞങ്ങൾ രക്ഷപ്പെട്ടെന്നോ എനിക്കറിയില്ല. ഞങ്ങളുടെ വണ്ടിയിൽ എപ്പോഴും ഉടമ്പടി വസ്തുക്കൾ, എപ്പോഴും കൃപാസനത്തിൽ ഉടമ്പടി വസ്തുക്കളുണ്ട്. വണ്ടിയിലെ കീ ചെയിനും കൊന്തയും പിന്നെ മാതാവിൻ്റെ രൂപവും എല്ലാം ഞങ്ങളുടെ വണ്ടിയിൽ എപ്പോഴും ഉണ്ട്. ഞങ്ങൾ യാത്ര പോകുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലി വിശുദ്ധ തൈലം ഞങ്ങൾ 4 പേരെ നെറ്റിയിൽ കുരിശ് വരച്ചിട്ടാണ് പോകുന്നത്. ദൂരയാത്ര പോകുന്ന സമയങ്ങളിൽ ഞാൻ വണ്ടിയിൽ കയറിയാൽ ഉടനെ ആദ്യം ചെയ്യുന്നത് ജപമാല ചൊല്ലുക എന്നതാണ്. ജപമാല ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലിത്തെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത്. എൻ്റെ അമ്മ മാതാവിൻ്റെ പൂർണ്ണ സംരക്ഷണമാണ് ഞങ്ങളെ ആ 4 പേരെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. തിരി കത്തിച്ച് വെച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും കൊന്തയും ബൈബിൾ വായിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഇവൻ്റെ പരീക്ഷയുടെ സമയം കഴിയുന്ന സമയം വരെ ഇരിക്കുന്നത്. ഒരു 5 മിനിറ്റ് മുന്നേ ഞാൻ എണ്ണിക്കും ഇവനെ വിളിച്ചുകൊണ്ട് വരാൻ വണ്ടിയിൽ പോകുമ്പോഴും ഞാൻ ഈ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നു. മോൻ എൻ്റെ അറമ്പിൽ വന്നു പരീക്ഷ കഴിഞ്ഞ്. ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു മോനെ പരീക്ഷ? ഒരു പൊട്ട പരീക്ഷയായിരുന്നു അമ്മീന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ നെഞ്ചിൽ കൂടാണ് ഒരു ആളാണ് വന്നത്. ഞാൻ അവനോട് പറഞ്ഞു, മോനെ ഞാൻ ഉടമ്പടി വെച്ചതാണ്, നീ ജയിക്കുമെന്ന് പറഞ്ഞു. ഞാൻ അവനോട് ചോദിച്ചു, ജയിക്കാനുള്ളത് എഴുതിയോടാന്ന് ചോദിച്ചു. ഞാൻ വീട്ടിൽ വന്നു. വീട്ടിൽ വരുമ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പെട്ടെന്ന് നോക്കി ഇവൻ എന്തൊക്കെ എഴുതി എന്നറിയാനും വേണ്ടി. ഇപ്പം ക്വസ്റ്റ്യൻ പേപ്പർ തരാൻ പറഞ്ഞു. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എല്ലാ ആൻസറിനും ഇവൻ ടിക്കറ്റ് ഇരിക്കുന്നു. ഞാൻ ചോദിച്ചിട്ട് നീ ഇതിൻ്റെ എല്ലാ ആൻസറിനും ടിക്കറ്റതെ ഇവൻ അങ്ങനെ എഴുതത്തില്ലെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് അറിയാമായിരുന്നു. ഇവൻ എന്നോട് ചിരിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മമ്മി ഞാൻ എല്ലാം എഴുതി, ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഫസ്റ്റ് ഇയർ എക്സാമിന് തന്നിരുന്നെങ്കിൽ എനിക്ക് ഇമ്പ്രൂവ്മെന്റ് എഴുതേണ്ട കാര്യമില്ലായിരുന്നു എന്ന് പറഞ്ഞു. എന്നാലും മാർക്സ് ആയതുകൊണ്ട് എത്രത്തോളം ശരിയാകുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ +1 ഇമ്പ്രൂവ്മെന്റിന്റെ റിസൾട്ട് വന്നപ്പോൾ എല്ലാവർക്കും അറിയാം 60 മാർക്കാണ് മാർക്സിന്റെ മാർക്ക് 60 ആണ്. അതിൽ 58 മാർക്കും കൊടുത്ത് എൻ്റെ അമ്മ മാതാവ് എൻ്റെ കുഞ്ഞിനെ അനുഗ്രഹിച്ചു.